കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞു. പറയൂ സജു ദേവസ്യ. SKN വയനാട് ചാലിഗദ്ദയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കാണുകയാണ്. അല്പസമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കും, കുടുംബാംഗങ്ങളുമായി സംസാരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള മറ്റിടങ്ങളിലേക്ക് കൂടി പോവുക. രാഹുൽ ഗാന്ധി പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഒന്ന്, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. റെഗുലേഷൻസ് ഒക്കെ പാർലമെന്റിലാണ് പാസ്സാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ അടക്കം കേരളത്തിലെ പൊതുവിൽ, അല്ലെങ്കിൽ ഇത്തരം വനാതിർത്തി മേഖലയിലെ പൊതുവായ വിഷയങ്ങളെ ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം ചർച്ചകളും നടക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകൾ പിന്നീട് ദേശീയ തലത്തിൽ ഇതൊക്കെ ഉയർത്താൻ കഴിയും വിധമുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടും എന്ന് ആളുകൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എടുക്കുകയാണെങ്കിലും 70-ലെ നിയമം എടുക്കുകയാണെങ്കിലും അതിൽ പ്രധാനമായും സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ പരിമിതമാണ്. സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നത് മറ്റ് സുരക്ഷയൊരുക്കുക അടക്കമുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാൻ കഴിയുക. അത്തരം നിയമ പരിഷ്കാരങ്ങളും റെഗുലേഷനും അടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ആവശ്യവും ചർച്ചയും ഒക്കെ പൊതുവായി ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം അടക്കം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ഇട നൽകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുമുണ്ട്. അത്തരം ചർച്ചകൾക്ക് തുടക്കമിടാൻ, അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി കാര്യങ്ങളെ എത്തിക്കാൻ, പാർലമെന്റിലേക്കടക്കം ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ, അതിന്റെ നിയമപരിഷ്കാരങ്ങൾക്കടക്കം, അല്ലെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കുറെ കൂടി ഗൗരവമായ ഇടപെടലിനൊക്കെ ഇത് തുടക്കം കുറിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുമുണ്ട്. അത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഒപ്പം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക, അദ്ദേഹം വയനാടിന്റെ MP കൂടിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ നിലയ്ക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി അദ്ദേഹം വാരണാസിയിലായിരുന്നു. അവിടെ നിന്ന് പ്രത്യേകം ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിലാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം അവിടുന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. ഉച്ചവരെയാണ് അദ്ദേഹത്തിന് ഇവിടെ സന്ദർശന പരിപാടികളുള്ളത്. 3 ആഴ്ചക്കിടെ 3 ജീവനുകളാണ് വന്യജീവി ആക്രമണങ്ങളിൽ പൊലിഞ്ഞത്. അതിൽ ചുരുങ്ങിയ ദിവസത്തിനിടെ 2 ജീവനുകൾ പൊലിഞ്ഞു. അതിൽ അജീഷിന്റേത് ബേലൂർ മകനെ എന്ന കാട്ടാന അദ്ദേഹം യാത്ര ചെയ്തതിനിടെ മറ്റൊരു വീടിന്റെ മുറ്റത്ത് വെച്ചാണ് ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ദുരന്തം വയനാട്ടിൽ അങ്ങനെ തുടർച്ചയായി ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡല പരിധിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം ജനകീയ പ്രതിഷേധം വലിയ തോതിൽ അലയടിച്ചുയരുന്ന കാഴ്ചയും കണ്ടു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിന്റെ ഗൗരവമൊക്കെ കേരളത്തിലെ പാർട്ടി ബോധ്യപ്പെടുത്തുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെറിയ ഇടവേള ഈ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നൽകി പ്രത്യേകം ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ ഇവിടെ എത്തി സന്ദർശന പരിപാടി നിശ്ചയിച്ചത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം സ്വീകരിച്ച നടപടികൾ, തുടർന്ന് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലുൾപ്പെടെ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഒപ്പം MP എന്ന നിലയിലും പൊതുവിൽ മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്ക്, കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്ക് പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇവയെ സംബന്ധിച്ചൊക്കെ പ്രാഥമികമായ രൂപരേഖയും ചർച്ചയും ഇപ്പോൾ തന്നെയുണ്ട്. ഒപ്പം നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ ഉന്നയിച്ച ചില ആവശ്യങ്ങളുണ്ട്. അതായത് അത് പരിഷ്കരിക്കണം, അതിന്റെ ഇപ്പോഴത്തെ ഒരു നില പരിഷ്കരിക്കണം എന്ന ആവശ്യം ഉൾപ്പെടെയുണ്ട്. അക്കാര്യങ്ങളടക്കം തുടർന്ന് അങ്ങോട്ടേക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, അതായത് വന്യജീവികളെ വനത്തിൽ തന്നെ നിർത്താൻ, അത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ, അല്ലെങ്കിൽ ഒപ്പം RRT വിപുലീകരണം അടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാന വനം വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേഗത്തിലുള്ള ഇടപെടലുകളൊക്കെ ജനകീയ സമരമൊക്കെ നടന്ന വേളയിൽ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സന്ദർശന നടക്കുമ്പോൾ തന്നെയും ഇന്ന് നമുക്കറിയാവുന്നതുപോലെ പുൽപ്പള്ളി മേഖലയിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് വളർത്തുമൃഗത്തിന് നേരെയാണ്. അത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഗൗരവമായ ചർച്ച. ഒരു ഭാഗത്ത് അദ്ദേഹം വന്ന് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഭരണതലത്തിലുള്ള ഇടപെടലുകളിൽ, പാർലമെന്റിൽ അടക്കമുള്ള ഇടപെടലുകളിൽ ഏതെല്ലാം നിലയ്ക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിയും എന്നൊരു ചോദ്യവുമുണ്ട്. അത്തരം പ്രധാനപ്പെട്ട പല തലങ്ങളും സന്ദർശനത്തിന്റെ ഭാഗമായി തന്നെയും ഉയരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ പറയുന്നത് ഒന്ന്, RRT വിപുലീകരണമാണ്. അതായത് കൂടുതൽ ഇത്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കുറെ കൂടി വൈദഗ്ധ്യമുള്ള, അതായത് RRT സംഘം തന്നെ, റാപ്പിഡ് റെസ്പോൺസ് ടീം തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ ആളുകളുടെ കൂടുതൽ പങ്കാളിത്തമുള്ള, അല്ലെങ്കിൽ കൂടുതൽ അംഗങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് വിന്യസിക്കണം വിവിധ മേഖലകളിൽ എന്ന ആവശ്യം ഉയരുന്നുണ്ട്. അത് വനം വകുപ്പ് ഒരു തീരുമാനമായി തന്നെ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമായി തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഫെൻസിങ്ങും ആനമതിൽ അതുപോലെയുള്ള വനത്തെയും ജനവാസ മേഖലകളെയും വേർതിരിക്കുന്ന തരത്തിൽ സുരക്ഷാ വേലികൾ കൃത്യമായി ഒരുക്കാൻ കഴിയുക എന്നൊരാവശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഗൗരവമായ ചർച്ചകൾ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ
തുടർന്ന് അങ്ങോട്ടേക്കും നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമല്ല വന്യജീവി ആക്രമണം സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ദേശീയ തലത്തിൽ അത്തരം ചർച്ചകൾക്ക് തുടക്കമിടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹം സ്വാഭാവികമായും ദേശീയ തലത്തിൽ തന്നെ ഉള്ള നേതാവായതുകൊണ്ട് കൂടുതൽ സമയം വയനാട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നതിലെ അപ്രായോഗികത കോൺഗ്രസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില വിമർശനങ്ങളെ കോൺഗ്രസ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾ, അതായത് വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഫണ്ട് അനുവദിക്കുന്ന കാര്യങ്ങളിലൊക്കെ അത് പാർലമെന്റിൽ ഉന്നയിക്കുന്നതിലടക്കമുള്ള ചില വിമർശനങ്ങൾ, എതിർ പക്ഷത്തു നിന്നുള്ള ചില വിമർശനങ്ങളുണ്ട്. അതിന് എല്ലാം ഒരു മറുപടി കൂടി അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെ നൽകുക എന്ന ലക്ഷ്യവും സ്വാഭാവികമായും സംസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഒപ്പം ഈ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രതികരണവും നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്താകും, സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് അദ്ദേഹം എന്താകും പറയാൻ ഉദ്ദേശിക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം പാർലമെന്റിലടക്കം കൂടുതൽ ശക്തമായി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുകയും ഏതെല്ലാം നിലയ്ക്കാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ പൊതുവിൽ ദേശീയ തലത്തിലും അത് സംസ്ഥാന തലത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാരിന് കഴിയും വിധത്തിലുള്ള ഇടപെടലുകൾ ആ നിലയ്ക്കും, ഒപ്പം ദേശീയ തലത്തിൽ ഇതിനകം ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റിലടക്കം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നടക്കം ഉണ്ടാകേണ്ട ഇടപെടലുകളുടെ കാര്യത്തിൽ ഏതെല്ലാം നിലയ്ക്ക് സംസ്ഥാനത്തിന് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നതിന് അപ്പുറത്തേക്ക് അതിൽ കാര്യക്ഷമമായി അത് നേടിയെടുക്കുന്നതിന് കൂട്ടായ പരിശ്രമം ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുമാണ്. ഒപ്പം സംസ്ഥാനത്ത് ഏതെല്ലാം നിലയ്ക്ക് സജു ദേവസിയാണ് ചാലികദ്ദയിലെ അജീഷിന്റെ വീട്ടിൽ നമുക്കൊപ്പം ചേർന്ന്. രാഹുൽ ഗാന്ധി എം പി അവിടെ സന്ദർശനം നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വേലൂർ മക്ന എന്ന കാട്ടാനയുടെ ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെട്ടത്. ഈ അജീഷിൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി സന്ദർശനം നടന്നു. ഈ സന്ദർശനത്തിൽ തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. കാര്യം സംരക്ഷണ വകുപ്പിലും കാട്ടുമൃഗങ്ങളുടെ സംരക്ഷണത്തിലും ഒക്കെ കേന്ദ്ര നിയമങ്ങളാണ് കൂടുതൽ ശക്തം. ആ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടേണ്ടതുണ്ട്. ഈ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നതോടെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ് അവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.